ഇത് ഒമാനിൽ ഏകദേശം ഒരു മാസം മുമ്പ് മാത്രം പബ്ലിക്കിനായി തുറന്നു കൊടുത്ത ഒരു പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയ്ക്ക് നന്നായി ചിത്രീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഭാഗങ്ങളും എനിക്ക് ക്ലോസപ്പിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ റീസൺ പലപ്പോഴും ഇവിടുത്തെ നിയമങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പല രംഗങ്ങളും എനിക്ക് ക്ലോസപ്പിൽ എടുക്കാൻ കഴിയുന്നില്ല. സ്വദേശികളെ ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിനാൽ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലോസപ്പിൽ എടുക്കാതെ അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിസുന്ദരമായ കാഴ്ചകളാണ് അകത്തേക്ക് കാത്തിരിക്കുന്നത്. നല്ല ദൃശ്യവിസ്മയം തന്നെയാണെന്ന് തീർച്ചയായും സംശയം ഇല്ലാതെ തന്നെ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഇതിനകത്ത് ക്ലോസപ്പിൽ പല പല ഭാഗങ്ങളും ഒരുപാട് പോർഷൻസ് ഇനിയും എടുക്കാനുണ്ട്. പക്ഷേ ഇതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സ്വദേശികളെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവരെ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും ഈ പാർക്കിൽ ഏകദേശം ഉള്ളത് സ്വദേശികൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം അവരെ നമ്മൾ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ കാരണം കൊണ്ടിട്ട് ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ പറയാനുള്ളത്, ഇവിടെ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മലയാളീസോ ഇന്ത്യക്കാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം നന്നായി അത് ആരാണോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ നന്നായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞാനും ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പാർക്കിൻ്റെ രൂപകൽപ്പന ഉണ്ടാവാതിരിക്കാം, ഇല്ല എന്ന് പറയാൻ അങ്ങനത്തെ ഒരു അവകാശവാദം എനിക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഉണ്ടാവാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരുപാട് പാർക്കുകൾ ഉണ്ടാവും. പക്ഷേ ഇതെന്തോ ഒരു വിസ്മയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിസ്വ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിസ്വ ഫറക്ക് എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലുലു മാളിൻ്റെയും സിറ്റി സെൻറ്ററിൻ്റെയും ബിഹൈൻഡിലായിട്ടാണ് ഈ പാർക്ക് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മസ്കറ്റിൽ ജീവിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്കറ്റിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററോളം ഉണ്ട്, 140 കിലോമീറ്ററോളം ഉണ്ട്, ദൈർഘ്യമുണ്ട് മസ്കറ്റിൽ നിന്ന് നിസ്വ എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട്. ഈ നിസ്വയിലാണ് ശരിക്കും ഈ പാർക്ക് നിലകൊള്ളുന്നത്. പിന്നെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള ഹിൻ്റ് എന്ന് പറയുന്നത്, ഇത് ലുലു മാളിൻ്റെയും ഫറക്ക് ലുലു മാളിൻ്റെയും സിറ്റി സെൻറ്ററിൻ്റെയും പുറകിലായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കഴിയുന്നവരൊക്കെ പോയി കാണണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വളരെ ഗംഭീരമായി ചെയ്തിരിക്കുന്നു. ഇത് തന്നെ ആയാലും കാണാൻ സാധിക്കുന്നവരൊക്കെ പോയി കാണണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാണുന്നത്, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്, അവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് രൂപത്തിൽ ഒരു എന്താ പറയുക, ഒരു സ്തൂപമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ അടുത്തോട്ട് പോയിട്ട് ക്ലോസപ്പിലൊക്കെ അത് എടുക്കണമെന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വദേശികളിൽ അവിടെ സൈഡുകളിലൊക്കെ നിൽക്കുന്ന കാരണം
എനിക്ക് ഈ നിയമപ്രശ്നങ്ങൾ കാരണം എനിക്ക് കൂടുതലായിട്ട് ക്ലോസപ്പിലേക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ പോയി അവിടെ വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് എവിടെയെങ്കിലും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും ഒരു പോർഷൻ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ തുടർന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടർന്നും എന്നെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാലതാമസമില്ലാതെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ സൈൻ ഔട്ട്.